പ്രൈസ് ദി ലോർഡ്. കർത്താവായ ദൈവം ഈ വർഷം ജാനുവരി മുതൽ ഏപ്രിൽ വരെ കർത്താവായ ദൈവം നമ്മളെ അത്ഭുതോതിശയമാക്കി നടത്തി. ഈ മാസങ്ങളിൽ എത്രയോ പേർ ഈ ലോകത്തെ കാണാൻ ഈ മാസം കാണുവാനായിട്ട് അനുവദിക്കാത്ത എത്രയോ പേർ ഈ ലോകത്തിൽ നിന്നും വിട്ടുപോയിരിക്കുന്നെങ്കിലും പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അത്ഭുതകരമായിട്ട് ജീവിതത്തിനും ജീവനും വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ മാസമെല്ലാം അത്ഭുതവും അതിശയമാക്കി നമ്മളെ നടത്തുവാനായിട്ട് കർത്താവായ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. എഫേസ്യൻ 2:10 പറയുന്നു, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൈപ്പണിയാണ് നമ്മൾ ഓരോരുത്തരും. അവൻ്റെ പ്രവൃത്തിക്കായിട്ടാണ് നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കുക നാം അവന് വേണ്ടി നിൽക്കണം, പ്രവർത്തിക്കണം. അതിനായിട്ട് കർത്താവ് നമ്മളെ മുന്നൊരുക്കിയിരിക്കുന്നു. എന്തെല്ലാം ആപത്തുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈ ലോകത്ത് വന്നാലും കർത്താവ് നമ്മളെ അവനായിട്ട് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, അവൻ്റെ കൈപ്പണിയാണെന്നുണ്ടെങ്കിൽ, അവൻ്റെ വിളിയുണ്ടെങ്കിൽ ഒരു സാത്താനും ഒരു ദുഷ്ടശക്തികൾക്കും നമ്മുടെ ജീവനെ ഒടുക്കുന്നതിനോ നമ്മളെ നശിപ്പിക്കുന്നതിനോ സാധിക്കുകയില്ല. ഒരു മാരകമായ രോഗത്തിന് പോലും നമ്മുടെ ജീവനെ ഒടുക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഈ മാസമെല്ലാം ഓരോ ദിവസവും പരിശുദ്ധ പിതാവ് നമ്മളെ അത്ഭുതവും അതിശയമാക്കി മാറ്റുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കഴിഞ്ഞ മാസം നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും പാപങ്ങൾ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവായ യേശുവെ ക്ഷമിക്കണമേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പുതിയ ശക്തിയും കൃപയും ഈ മാസം ഞങ്ങൾക്ക് തന്നു പാപം ചെയ്യാതിരിപ്പാൻ, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ നിത്യ വെളിച്ചമായിട്ട് മാറുവാനായിട്ട് കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. രോഗശയ്യയിലിരിക്കുന്നവർക്ക് ഈ മാസം കർത്താവായ ദൈവം അത്ഭുത വിടുതൽ കൊടുക്കട്ടെ. സാക്ഷ്യങ്ങൾ വെളിപ്പെടട്ടെ. മാനസികമായിട്ട് തകർന്നിരിക്കുന്നവരെ കർത്താവായ ദൈവം അവർക്ക് ശക്തിയും ബലവും ധൈര്യവും കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ മാസമെല്ലാം കർത്താവെ ദൈവം തമ്പുരാൻ ഓരോരുത്തരെയും ഗ്രൂപ്പിലുള്ള ഓരോ മക്കളെയും അനുഗ്രഹിച്ചിരിക്കുന്നു. അനേക പ്രതിസന്ധികളിലൂടെ കടന്നു വന്നെങ്കിലും കർത്താവെ നീ കരം പിടിച്ച് ഞങ്ങളെ വഴി നടത്തിയിരിക്കുന്നു. നീ ഞങ്ങളെ കൈവിട്ടില്ല. ഒന്ന് അനുഗ്രഹിക്കണം. ഗ്രൂപ്പിലുള്ള കർത്താവെ പലരും പല വേദനകളും വിഷമങ്ങളിലൂടെയും കടന്നു പോകുന്നു. ഹോസ്പിറ്റലായിരിക്കുന്നവരുണ്ട്, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുണ്ട്, കർത്താവെ മാനസികമായിട്ട് തകർന്നിരിക്കുന്നവരുണ്ട്, ഫൈനാൻഷ്യലായിട്ട് പണക്കഷ്ടത്തിലിരിക്കുന്നവരുണ്ട്, കടഭാരത്തിലിരിക്കുന്നവരുണ്ട്, മക്കളുടെ കാര്യങ്ങൾ ഒന്നും നടക്കാതെ ഇരിക്കുന്നതിൻ്റെ പേരിലും കർത്താവ് എന്ത് ചെയ്യണമെന്നറിയാതെ മാനസികമായിട്ടുള്ള വിഷമത്തിലായിരിക്കുന്നവരുണ്ട്. കർത്താവ് സ്വന്തമായിട്ടൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അതിനെ പൂർത്തീകരിക്കാൻ സാധിക്കാത്തവരുണ്ട്. പിതാവായ ദൈവമേ കിടക്കയിലായിരിക്കുന്നവരുണ്ട്. കർത്താവെ ആത്മീയവർദ്ധനവില്ലാതെ കർത്താവെ വിശ്വാസത്തിൽ കുറഞ്ഞുപോയിട്ട് കർത്താവെ വേദനപ്പെടുന്നവരുണ്ട്, പ്രാർത്ഥിക്കാൻ കഴിയാത്തവരുണ്ട്. പിതാവായ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ സാധിക്കാത്തവണ്ണം കർത്താവെ കുരുക്കിലായിരിക്കുന്ന ദുഷ്ടശക്തിയാൽ കർത്താവെ അടിക്കപ്പെട്ട അടിമയായിരിക്കുന്നവരുണ്ട്. കർത്താവെ വിശ്വാസിയായിരുന്നിട്ടും ഒരു നല്ല വിശ്വാസത്തിൽ അവർക്ക് കടന്നു വരുവാൻ സാധിക്കാതെ വണ്ണം പിതാവെ ദൈവമേ കെട്ടുകളിലിരിക്കുന്ന പല മനുഷ്യരെയും ബന്ധനങ്ങളിൽ നിന്ന് കർത്താവെ ഈ മാസം വിടുതലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പൈശാചിക ശക്തികളും കർത്താവെ ഗ്രൂപ്പിൽ നിന്നും, ഗ്രൂപ്പിലുള്ളവരിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, കുഞ്ഞുങ്ങളിൽ നിന്നും, തലമുറകളിൽ നിന്നും കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടു പോകട്ടെ എന്ന് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. കർത്താവെ ദൈവമേയും ആൽക്കഹോളിക്കിൽ കർത്താവെ അടിമയായിട്ടിരുന്ന് കർത്താവ് കുടുംബത്തിൽ സമാധാനമില്ലാതാക്കുന്ന കർത്താവ് ദുഷ്ടശക്തികൾ ഓരോ കുടുംബത്തിൽ നിന്ന് വിട്ടു മാറുവാൻ തക്കോണം യേശുവിൻ്റെ നാമത്തിൽ ആജ്ഞാപിക്കുന്ന പിതാവെ പരിശുദ്ധാത്മാവിനെ വിടുതൽ ചെയ്യുന്നു. യേശുവിൻ്റെ രക്തത്താൽ ഗ്രൂപ്പിലുള്ള ഓരോ മക്കളെയും കഴിവ് വിശുദ്ധീകരിച്ച് സകല പാപശാപ ബന്ധനങ്ങളിൽ നിന്നും കർത്താവെ അങ്ങ് വിടുതലാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അത്ഭുതം നീ പ്രവർത്തിക്കണം കർത്താവ്. ഗ്രൂപ്പിലുള്ളവർ ഓരോരുത്തരും കർത്താവ് ഗ്രൂപ്പിലേക്ക് കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും കർത്താവ്
ഒരുമനപ്പെടുവാനും കർത്താവെ ഐക്യമധ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിനും കർത്താവെ ദേശത്തിലും പട്ടണങ്ങളിലും കർത്താവെ വേൾഡിലുമെല്ലാം കർത്താവെ അത്ഭുത വിടുതൽ പ്രാർത്ഥനയിലൂടെ കർത്താവെ കാണുവാൻ ദൈവം സഹായിക്കണമേ. അതിഭയങ്കരമായിട്ടുള്ള വേനൽ ചൂടിൽ നിന്നും കർത്താവെ അതിനെ ശമിപ്പാൻ തക്കണം കർത്താവെ പ്രാർത്ഥന കേട്ട് മഴ തന്നു കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ ഒരു സമാധാന അന്തരീക്ഷം തന്നിരിക്കുന്നതിനായിട്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ മാസം കർത്താവെ ഒരു നല്ല അന്തരീക്ഷം കാണുവാൻ, ഒരു പുതിയ വെളിച്ചം കാണുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്നു കർത്താവെ. ഈ മാസം 31 ദിവസം വരെയും പരിശുദ്ധ പിതാവിൻ്റെ കരം ഞങ്ങളുടെ കൂടെ ഇരിക്കണം കർത്താവ്. നിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറച്ച് കർത്താവ് അഭിഷേകത്തിൻ്റെ സാക്ഷിയായിട്ട് കർത്താവായ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുന്നവരായിട്ട് ഞങ്ങളെ മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഴയതെല്ലാം നീങ്ങി ഇതോ ഞാനൊരു പുതിയ വഴി നിനക്കായിട്ട് തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവിയ വഴിയിലൂടെ ഞങ്ങൾ കടന്നു വരുവാനായിട്ട് കർത്താവ് സഹായിക്കണമേ. വചനം വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും കർത്താവുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുവാനും കർത്താവെ ദൈവികമായിട്ടുള്ള വെളിച്ചത്തിൽ ഞങ്ങളായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. ഗ്രൂപ്പിലുള്ള ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് കർത്താവെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നവരെ കർത്താവെ അനുഗ്രഹിക്കണം കർത്താവെ. ഗ്രൂപ്പിനെ വിശുദ്ധിയോട് കാത്തുകൊള്ളുവാനും കർത്താവെ നല്ല രീതിയിൽ ദൈവികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടുന്ന കൃപ ഷീല സിസ്റ്ററിനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, കുടുംബത്തിനെ ഏൽപ്പിക്കുന്നു. മക്കളെയും കർത്താവെ കൊച്ചുമക്കളെ എല്ലാം കർത്താവെ സമർപ്പിക്കുന്ന നാഥ അങ്ങ് സഹായിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ശാരീരികമായിട്ടുള്ള സകല ഭാരങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും കർത്താവെ ദുഷ്ടശക്തിയാൽ കർത്താവെ കൊണ്ടുവരുന്ന എല്ലാ ശോധനയിൽ നിന്നും പരിശുദ്ധ പിതാവെ എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ ജയമെടുപ്പാൻ തക്കണമെന്ന് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്രൂപ്പിനെ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യുവാനും ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ കർത്താവ് ഉത്തേജനം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുവാനും ഓരോരുത്തരിലും കർത്താവായ ദൈവത്തിൻ്റെ കൃപ നിറയ്ക്കാനും കർത്താവ് ദൈവികമായിട്ടുള്ള സന്ദേശങ്ങളിലൂടെ കർത്താവ് ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടുന്ന കൃപ കൊടുത്ത അഭിഷേകത്താൽ നിറച്ച് കർത്താവ് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെയും സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ കടന്നു വരുവാനും പിതാവെ അങ്ങ് മഹത്വപ്പെടുത്തുവാനും പാടുവാനും പ്രാർത്ഥിപ്പാനും വചനം വായിപ്പാനും കർത്താവായ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാനും പിതാവ് തന്ന ഈ നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവെ സ്തോത്രം ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവെ അങ്ങ് കരിയുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഈ മാസമെല്ലാം കർത്താവെ ഗ്രൂപ്പിലുള്ളവരാരും തന്നെ വന്ന വേദനയാണ്, വിഷമമാണ്, രോഗമാണ്, പ്രശ്നമാണെന്ന് പറയുവാനിടയാക്കാതെ വേണം എല്ലാവരും വന്ന് കർത്താവെ സാക്ഷ്യം വെളിപ്പെടുത്തട്ടെ. കർത്താവ് ഇപ്പോൾ തന്നെ അത്ഭുത വിടുതലിൻ്റെ ദൈവം കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സമാധാന അന്തരീക്ഷം ഓരോരുത്തർക്കും നൽകി കർത്താവായ ദൈവം കുറവുകളെ നിറവാക്കുന്നതിനായിട്ട് സ്തോത്രം. പുതിയ കൃപ കർത്താവായ ദൈവം തരുന്നതിനായിട്ട് സ്തോത്രം. പുതിയ നാളിലേക്ക് ഞങ്ങളെ നടത്തുന്ന കർത്താവായ ദൈവം സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ആരംഭം അല്പമായാലും ഒടുവ് സമ്പൂർണ്ണമാകുമെന്ന് കർത്താവ് വാക്ക് തന്നിരിക്കുന്നു. പിതാവേ, ആരംഭത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലും മാസത്തിൻ്റെ അവസാനത്തിൽ ഒരു നല്ല ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു വിജയം, ഒരു സമാധാനം, ഒരു ശക്തി, കൃപ കർത്താവ് തന്ന് അനുഗ്രഹിക്കണം കർത്താവേ. എല്ലാ ബുദ്ധിമുട്ടുകളും കർത്താവ് എല്ലാവരിൽ നിന്ന് എടുത്തു മാറ്റണം. ഇരുളിൻ്റെ ശക്തി മാറി വെളിച്ചമാക്കപ്പെടുവാൻ തക്കോണം കർത്താവ് കൃപ ചെയ്യണമേ. കർത്താവ് ലജ്ജിച്ചു പോകാതിരിപ്പാൻ തക്കോണം കർത്താവ് കൃപ ചെയ്യണമേ. നന്മ മാത്രം കാണുവാൻ സഹായിക്കണമേ. കണ്ണുനീരെല്ലാം മാറി സന്തോഷമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദുഃഖം മാറി കർത്താവെ സന്തോഷവും സമാധാനമുള്ളവരായിട്ട് ഓരോരുത്തരെയും മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്ത് പ്രതിസന്ധികൾ വന്നാലും കർത്താവെ അതിൽ ജയമെടുപ്പാൻ തക്കണം വേണ്ടെന്ന് കൃപ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവെ സ്വർഗം കർത്താവെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.